വീഡിയോയിലേക്ക് സ്വാഗതം. സ്നാപ്സീഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. സത്യം പറഞ്ഞാൽ എല്ലാ ടൂളിലൊന്നും ആവശ്യമില്ല ഒരു ഫോട്ടോ അടിപൊളിയാക്കാനായിട്ട് സ്നാപ്സീഡ് ഉപയോഗിച്ച്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു 5 ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫോട്ടോ വേറെ ലെവലാക്കാനാണ്. അപ്പം നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്നാപ്സീഡിലേക്ക് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ടൂൾസിലേക്ക് പോവുക. അതിൻ്റെ അകത്ത് ക്രോപ്പ് ടൂൾ എടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ സബ്ജക്റ്റിനെ ഫോക്കസ് ആവുന്ന രീതിയിൽ നിങ്ങളിവിടെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ടൂൾസ് തന്നെ എടുക്കുക. ടൂൾസിൻ്റെ അകത്ത് രണ്ടാമത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ടൂൺ ഇമേജ് ആണ്. ടൂൺ ഇമേജ് എടുത്ത ശേഷം നമുക്കിവിടെ ബ്രൈറ്റ്നെസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് കോൺട്രാസ്റ്റ് ഒരു 34 വരെ തന്നെ കുറയ്ക്കാം. അത് കഴിഞ്ഞ് സാച്ചുറേഷൻ ഏകദേശം ഒരു 32 വരെ കൂട്ടാം. അത് കഴിഞ്ഞ് നമുക്ക് ആംബിയൻസ് ഏകദേശം ഒരു 60-70 റേഞ്ച് നമുക്ക് കുറയ്ക്കാം. ഇപ്പം 50 വരെ കുറച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഫോട്ടോയുടെ ഇതനുസരിച്ച് നിങ്ങൾ കുറയ്ക്കുക. അത് കഴിഞ്ഞ് ഹൈലൈറ്റ്സ് എടുക്കുക. ഹൈലൈറ്റ്സ് ഏകദേശം ഒരു 42 വരെ കൂട്ടാം. അതിന് ഷാഡോസിലേക്ക് പോവുക. ഷാഡോസ് ഏകദേശം ഒരു 39 വരെ വയ്ക്കാം. അതിൻ്റെ വാമത്തിലേക്ക് പോവുക. വാമത്തിൻ്റെ അകത്ത് ഒരു 12 വരെ നമുക്ക് വയ്ക്കാം. 12-10 രീതി നിന്നാൽ മതി. നമുക്കപ്പം ടൂൺ ഇമേജിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പോവാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ ചെയ്യുന്നത് സെലക്റ്റീവ് ടൂളിലായിട്ടാണ് പോകുന്നത്. സെലക്റ്റീവ് ടൂൾ എടുത്ത ശേഷം നമ്മളിവിടെ ഈ പച്ച പുല്ലിൻ്റെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ബ്രൈറ്റ്നെസ് ഏകദേശം ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. പിന്നെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കേവ് ടൂളിലേക്കാണ്. കേവ് ടൂളിൻ്റെ അടുത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനാണ് ചെയ്യുന്നത്. നമ്മളിപ്പം താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് കുറയും, മുകളിലോട്ടുണ്ട് ബ്രൈറ്റ്നെസ് കൂട്ടും. നമുക്കിപ്പോൾ ഒരു പൊടിക്ക് താഴോട്ട് പോവാം. അപ്പോൾ നമ്മുടെ കേവിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഗ്നൈറ്റി ടൂളാണ്. വിഗ്നൈറ്റി ടൂളിൻ്റെ അകത്ത് നമ്മൾ ഔട്ടർ ബ്രൈറ്റ്നെസ് ഒരു പൊടിക്ക് കുറയ്ക്കുകയാണ്. അത് ഇന്നർ ബ്രൈറ്റ്നെസ് നമുക്കൊരു പൊടിക്ക് കൂട്ടാം. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ഫോട്ടോയും ഇതുപോലെ തന്നെ ഒരു മൂഡി ഫീല് കൊടുക്കാവുന്നതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ എഡിറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.